എന്റെ കൃഷ്ണ, എന്നാലും ഇതൊരു വല്ലാത്ത അബദ്ധമായി പോയി എന്റെ മോനെ. ഇവിടുന്ന് എന്ത് പറഞ്ഞിറങ്ങിയ ആളാ, അവസാനം അവരുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങി വന്നിരിക്കുന്നു. അമ്മ അപ്പരെ കളിയാക്കല്ലേ, ഏതൊരു അപ്പനൊരു അബദ്ധമൊക്കെ പറ്റില്ലേ? അതാടാ എനിക്ക് ഒറ്റ അബദ്ധം പറ്റിയിട്ടുള്ളൂ, ഇനി പറ്റില്ല. നീ ഓസ്ട്രേലിയക്കോ ഉഗാണ്ടയ്ക്കോ കുന്നംകുളത്തേക്കോ എവിടെ വേണമെങ്കിലും പോയിക്കോ. ഓസ്ട്രേലിയയിലേക്ക് ഞാൻ പൊക്കോളാം. അപ്പന്റെ ഒരു അപ്പിയറൻസ് വെച്ചിട്ട് ഉഗാണ്ട അപ്പനായിരിക്കും നല്ലത്. നീ നിന്റെ അമ്മയ്ക്കും കൂടെ വിസ സംഘടിപ്പിച്ചിട്ട് കൂടെ കൊണ്ടുപോടാ. അയ്യേ, കൊത്തി കൊത്തി തലയിൽ മുടി അവിടെയും കയറി. നീ ഭാഗ്യവാനാടാ. നിന്റെ ലവ് മാരേജ് ആയാലും അറേഞ്ച്ഡ് മാരേജ് ആയാലും നിനക്ക് കിട്ടാൻ പോണ പെണ്ണ് കറുത്തതാ. ഇനി അതില് കുട്ടികൾ ഉണ്ടായാലും അതും കറുത്തതായിരിക്കും. കറുത്തിട്ടാണെങ്കിലും ജനിക്കാണെങ്കിൽ നിന്നെ പോലെ ജനിക്കണം. നമ്മളെ പോലുള്ള കർമ്മന്മാരുടെ വിഷമ ഞാൻ പറയണേ. വല്ലതും മനസ്സിലാവണ്ടോന്ന്? അതെ, നീ അങ്ങോട്ട് ചെല്ല്. നീ സംസാരിച്ച എല്ലാ പരിഭവവും മാറും. ഏയ്, ഇതങ്ങനെ തീരുന്ന പരിഭവമൊന്നുമല്ല. അപ്പന്റെ മനസ്സ് മാറാൻ ഒരു പ്രാർത്ഥന തന്നെ വേണ്ടി വരും. എന്നാ നമ്മുടെ ഗണപതി കോവിലില് ഞാനൊരു വഴിപാട് കഴിക്കും. അത് മാത്രം പോരാ, നമ്മുടെ ഇടവകയിലെ വികാരിയച്ഛനെ വിളിച്ച് അപ്പന് മാനസാന്തരം ഉണ്ടാകാൻ ഒരു കൂട്ട പ്രാർത്ഥന തന്നെ വേണ്ടി വരും. നീ ഞാൻ വെളുക്കുന്ന നേരത്തെ വെള്ളം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോക്കാരൻ പറഞ്ഞ മാതിരി നേരം വെളുത്താലും വെളുക്കില്ല. അപ്പന് വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴാ ബോധം പറഞ്ഞത്. ആനോട് കാണിക്കണ ഒരു മര്യാദ. അപ്പന് മാനസാന്തരം വരാൻ ഇടവകയിലെ അച്ഛനെ വിളിച്ച കൂട്ടപ്രാർത്ഥന. പിന്നെ ഇവന്റെ തോന്നിയാസത്തിന് ഇടവകയിലച്ച കൂട്ടിക്കല്ല. അച്ഛനല്ലെങ്കിൽ എന്താ, ചെറിയ അച്ഛൻ ഉണ്ടായിരുന്നില്ലേ? ചെറിയ അച്ഛനല്ലേ അച്ഛനല്ലേ? 2 കുട്ടികളുടെ അച്ഛൻ. പോത്തുകളെ ആരെങ്കിലും സോപ്പ് തേച്ച് കുളിപ്പിക്കാറുണ്ടോ മോളെ? അപ്പൊ നമ്മളെ പോത്തൊന്ന് വിളിക്കണോ? അത് നിന്നല്ലേടാ, അപ്പൊ ഞാനാരാ? നീ പോത്തും കുഞ്ഞ്. തലയിൽ വെള്ളം ഒഴിക്കില്ല കേട്ടോ, മുടിയില്ലാത്തതാ. വെള്ളം ഇറങ്ങും. വെള്ളം ഇറങ്ങാൻ വേണ്ടി തന്നെയാ. എന്തായാലും വേണ്ടില്ല, കുറെ കള്ളും കോഴിയും കിട്ടിയപ്പോ നിന്റെ അച്ഛന്റെ പരിഭവം മാറിയല്ലോ. മാറി. ഇവൻ നമ്മുടെ മുട്ടല്ലേ, അപ്പന്റെ വെളുത്ത മുട്ട. അതാണ് എന്റെ കറുത്തപ്പൻ. പക്ഷേ ഓസ്ട്രേലിയയിൽ പോണ കാര്യം മാത്രം അമ്മയോടും മോനോടും അപ്പന് നോ യോജി നടക്കില്ല. അപ്പോഴായാലും ഇപ്പോഴായാലും അപ്പൻ പിടില്ല. കെട്ടിപ്പിടിച്ചിരുന്നു. ഇത് ആരുടെ കാറ്? തോമസ് മാത്യു സാറിന്റെ. ഏത് തോമസ് മാത്യു? ആദിയുടെ സ്പോൺസർ. അങ്ങേരെ ആസ്ട്രേലിയക്ക് പോകാനുള്ള വിസയുമായി വന്നതാ. ഞങ്ങൾ ആദ്യം ഒന്ന് ആസ്ട്രേലിയക്ക് പോയിച്ചു വരട്ടെ. ഈ വീട്ടുമുറ്റത്തും കിടക്കും ഇതുപോലൊരു കാറ്. ഞാൻ ഇങ്ങനെ ഒരു ഓഫർ തരുമ്പോ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇത്രയും പെട്ടെന്ന് ആദ്യത്തിന് 10 പേരെ സംഘടിപ്പിക്കാൻ കഴിയുമെന്ന്. ഇത് 10 പേരുടെ വിസയുടെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയാണ്. പിന്നെ ഇത് ആദിക്കുള്ള വിസ. ഇതൊരിക്കലും എന്റെ ഔദാര്യമല്ല, ആദിയുടെ ഹാർഡ് വർക്കിനുള്ള കോംപ്ലിമെന്റ്. താങ്ക് യു സർ. സർ, ഇതെന്റെ അമ്മയാണ്. പറയാതെ തന്നെ മനസ്സിലാവും അമ്മയുടെ സൗന്ദര്യമാ ആദിക്ക് കിട്ടിയിരിക്കുന്നത്. സർ, ഇതെന്റെ അപ്പനാ. നോനോ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയ്യോ, സത്യമായിട്ട് എന്റെ അപ്പനാ. ഇത് ആദിയുടെ അപ്പനാണെന്ന് കണ്ടാ പറയില്ല. ഈ പ്രായത്തിൽ ഇത്രയും മുതിർന്ന മകനോ? ആദിയുടെ ഫാദർ വളരെ യങ് ആണ്. എനിവേ, യു ആർ ലക്കി. ആദി, ഇപ്പൊ വരാപ്പാ. അവന് പോകാനുള്ളതെല്ലാം ശരിയായി. ഇപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത്? എന്നിട്ടെന്താ ഇങ്ങനെ മുഖം കറുപ്പിച്ച്? അതിന് എന്റെ മുഖം വെളുത്തിട്ടല്ലോ ലക്ഷ്മി. അവനൊരു നല്ല ഭാവി ഉണ്ടാവണം തന്നെ എന്റെയും പ്രാർത്ഥന. പക്ഷേ നമുക്കിടയിൽ അവനില്ലാത്തൊരു ദിവസത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റണില്ല. അപ്പൊ നെക്സ്റ്റ് മൺഡേ ഹോട്ടൽ വൈറ്റ് സിറ്റി. ഓക്കെ സർ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. വൺ മിസ്റ്റർ തോമസ് മാത്യു, റൂം നമ്പർ 105. 1 സെക്കൻഡ് സർ. സോറി സർ, തോമസ് മാത്യു എന്നൊരാളിവിടെ റൂം എടുത്തിട്ടില്ല.
ആന്റണി ആദിത്യവർമ്മ. അവനിപ്പോൾ ഹോട്ടൽ വൈറ്റ് സിറ്റിയിൽ എത്തിക്കാണും. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞ വിവരം പാവം അവൻ അറിയില്ലല്ലോ. ഏക് ബുദ്ധു ഹേ ദുനിയാ കാ നമ്പർ 1 ബുദ്ധു. ആന്റണി ആദിത്യവർമ്മ. ഗാവോ പിയോ മസ്സ കരോ. എടോ, ദിവസവും നമ്മൾ പത്രങ്ങളിലൂടെയും ചാനലിലൂടെയും ഇതുപോലുള്ള നിരവധി ചീറ്റിങ്ങൾ അറിയുന്നുണ്ട്. എന്നിട്ടും നിന്നെ പോലൊരാൾ അവന്റെ വലയിൽ വ്യാജ മേൽവിലാസവും മരിച്ചുപോയ ഒരാളുടെ പേരിലുള്ള മൊബൈൽ ഫോണും അവൻ നിന്നെ സമർത്ഥമായി കബളിപ്പിച്ചിരിക്കുന്നു. സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആദിത്യ, നീ തന്ന പരാതിയിന്മേൽ അന്വേഷണം നടക്കും. ഇനി അവൻ പിടിക്കപ്പെട്ടാലും അവന്റെ പേരിൽ സ്വത്തില്ലെങ്കിൽ അവന് കിട്ടാൻ പോകുന്നത് കുറച്ചു കാലത്തെ ജയിൽവാസം. അതുകൊണ്ടൊന്നും നീ മീഡിയേറ്ററായി വാങ്ങിക്കൊടുത്ത 40 ലക്ഷം രൂപയുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിനക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? കർത്താവേ, എന്റെ ലോറി ഇനി ആന്റണിയുടെ മുറ്റത്ത് കിടന്ന് അത് അപകടമാ. എടുത്ത് മാറ്റിക്കളയാം. ഇനി അവൻ ഈ വളയം പിടിക്കണ്ട. ഞാനല്ലേ തെറ്റിയത്? അവരെന്നെ ശിക്ഷിച്ചോട്ടെ. അവരെന്തിനപ്പുറം അകത്തേക്ക് കയറി പോടാ. ഇനിയെങ്കിലും അപ്പം പറയണൊന്ന് കേക്കണ. മതി, നിർത്ത്. ഇനിയൊന്നും പറയരുത്. ആരെയും കണ്ണടച്ച് സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഈ ആന്റണിയുടെ മകൻ ഒരു അബദ്ധം പറ്റി. എല്ലാരും അവനോട് ക്ഷമിക്കണം. അവനെ ശപിക്കരുത്. ഞാൻ പറയട്ടെ, കർത്താവിന് നിരക്കാത്ത ഒന്നും ഞാൻ എന്റെ കുടുംബം ചെയ്തിട്ടില്ല. ഈ വീടും സ്ഥലം വിറ്റിട്ട് ഞാൻ നിങ്ങളുടെ കാശ് തരും. ആന്റണി വെറുമാക്ക് പറയാറില്ല. ഒരൊറ്റ അപേക്ഷയുള്ളൂ. അതിനൊരു അല്പം സാവകാശം എനിക്ക് തരണം. എല്ലാരും പിരിഞ്ഞു പോണം. ആന്റണി പറഞ്ഞോണ്ട് പോവാ. എവിടെയാടാ നിന്റെ മോൻ? വിളിക്കവനെ. അവനെ നീ എവിടെ ഒളിപ്പിച്ചാലും ഞങ്ങൾ പൊക്കും. ഏയ് വേണ്ട, നമ്മുടെ ആന്റണി ചേട്ടനോട് ഇങ്ങനെ പെരുമാറാൻ പാടുണ്ടോ? ഒന്നുമില്ലെങ്കിലും 5 കാശ് പ്രതിഫലം വാങ്ങാതെ നാട് റോഡിൽ വെച്ച് നല്ല നാടൻ പാട്ടും നാടൻ തല്ലും കാഴ്ചവെച്ച വലിയൊരു കലാകാരനാണ് ഇദ്ദേഹം. കലാകാരന്മാരെ ബഹുമാനിക്കണ്ടേ? ആദിത്യനെ കാണേണ്ട ആവശ്യം എനിക്കില്ല. കാരണം ഇടപാട് നമ്മൾ തമ്മിലായിരുന്നല്ലോ. 4 ലക്ഷം രൂപ എന്നോട് വാങ്ങിയത് ആന്റണിയാ. അല്ലേ ആന്റണി? അതെ. കേട്ടോടാ, ആന്റണി സത്യസന്ധന. ആന്റണിയുടെ വാക്ക് വിശ്വസിച്ച് കാശ് കിട്ടാനുള്ളവന്മാർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് വെറുതെ അല്ലെന്ന് ഇപ്പം മനസ്സിലായില്ലേ? നിങ്ങളുടെ കാശ് ഞാൻ പെട്ടെന്ന് തരാം. ആ, എന്നാ പെട്ടെന്ന് തന്നേക്ക്. ഞങ്ങൾക്ക് പോകാൻ തിരക്കുണ്ട്. ഇവർക്കൊക്കെ ഒരുപാട് ജോലി തിരക്കുള്ളതാ. എനിക്ക് കുറച്ച് അവധി തരണം. അവധി തരാൻ ഞാൻ നിന്റെ മേലുദ്യോഗസ്ഥനൊന്നും അല്ലല്ലോ ആന്റണി. നടക്കുന്ന കാര്യം ഞാൻ തന്നെ പറയാം. നിന്റെ ആനയെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. ഇനി മാടമ്പാട്ട് തറവാട്ട് മുറ്റത്ത് നിൽക്കട്ടെ. എന്തേ അടങ്ങി നിക്കടാ. തടയാൻ വരരുതാനണി. തടയാൻ വന്നാ ഈ മുറ്റത്തിട്ട് എല്ലാത്തിനും വെട്ടിനുറുക്കി ചോര കൊണ്ട് എന്നെ കണക്കെഴുത്തള്ളും. വിളിക്കണം നമ്മുടെ ആന ഡ്രൈവറെ.
ആദ്യം ഞാനൊന്ന് പറയട്ടെ, ആന്റണിച്ചൻ എല്ലാത്തിനും ഒരു പരിഹാരം കാണും. നാട്ടുകാരെയൊക്കെ ആന്റണിച്ചൻ പറഞ്ഞ് നിർത്തിയിട്ടുണ്ട്. നാട്ടുകാരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരു പക്ഷെ എനിക്ക് പറ്റിയേക്കും. പക്ഷെ അപ്പന്റെ മുന്നിൽ ഇനി വയ്യ. കാരണം ഇതുപോലൊരു മകനെ സ്നേഹിച്ചൊരപ്പൻ ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. ലക്ഷ്മിയെ, നമ്മുടെ മോൻ കരയണ്ട. ഇപ്പൊ അവൻ ഇവിടുന്ന് മാറി നിൽക്കുന്ന തന്നെയാ എന്തുകൊണ്ടും നല്ലത്. നീ കരഞ്ഞു വെറുതെ എന്നെ വിഷമിപ്പിക്കില്ലേ? ആന്റണി ചേട്ടനോട് ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല. ചേട്ടൻ അറിയാലോ, എന്റെ ഈ സ്ഥാപനത്തിലൂടെ ഞാൻ കാരണം പലർക്കും ജോലി ലഭിച്ചിട്ടുണ്ട്. ഈ നാട്ടിൽ തന്നെ പലർക്കും ഡ്രൈവറെ ആവശ്യമുണ്ട്. അവരെയൊക്കെ ഞാൻ വിളിച്ചതാ. പക്ഷേ ആന്റണി ചേട്ടന്റെ പേര് പറഞ്ഞപ്പോ പലർക്കും താല്പര്യമില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, ലക്ഷങ്ങളുടെ കടക്കാരനല്ലേ, ആ പേടി കൊണ്ടാ. നിന്നെ അതെ, ഇന്നത്തെ പത്രത്തില് ഡ്രൈവറെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഒരു പരസ്യമുണ്ട്. പക്ഷെ ഇവിടെ ഒന്നുമല്ല, അങ്ങ് നഗരത്തിലാ. അവിടെ ആവുമ്പോ ആന്റണി ചേട്ടനെ ആർക്കും അറിയില്ലല്ലോ. താല്പര്യമുണ്ടോന്ന് മുട്ടി നോക്ക്. പോയാലൊരു മുട്ട്, കിട്ടിയ ആന്റണി ചേട്ടന്റെ ലക്ക. മിന്നൂസ് ഗ്രൂപ്പ് ഒരു നെല്ലിക്കൽ സ്ഥാപനം കേട്ടിട്ടില്ലേ? നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് ഈ നെല്ലിക്കൽ സ്ഥാപനത്തിന്. അന്ന് തുടങ്ങിയ ബിസിനസ്സാ. ഇന്നിപ്പോ മിന്നു ഗ്രൂപ്പിന്റെ കീഴിലില്ലാത്ത ബിസിനസ്സുകളില്ല. ഡ്രൈവറെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണല്ലേ? പക്ഷെ നോക്കിയിട്ട് തന്റെ കാര്യം പോക്കാം. ഇവിടെ നല്ല തുമ്പപ്പൂ പോലെ വെളുത്ത ആളുകൾക്ക് മാത്രമേ ജോലി കൊടുക്കൂ. കാരണം എന്താ, ഈ നെല്ലിക്കൽ കുടുംബം രാജവംശത്തിൽ പെട്ടതാണേ. അത് തന്നെ പോലുള്ള നീഗ്രകളുടെ രാജവംശം അല്ല. വെളുത്തിരിക്കണം, ഇല്ലെങ്കിലേ വെളുപ്പിച്ചിരിക്കണം. മിനിമം ഇത്രയെങ്കിലും. ഞാനിങ്ങനെ കുട്ടി പൗഡർ കോളേജിന്റെ പേരിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. നോട്ട് ഓൺലി ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ആ ഒറ്റ പരിഗണന കൊണ്ടാ എനിക്കിവിടെ ജോലി കിട്ടിയത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാത്തവരോട് വർമ്മ സാറിനും മിന്നു മേഡത്തിനും ഭയങ്കര സ്നേഹമാണ്. സെക്ഷൻ പോയി